ഹായ് ഗേയ്സ്, അപ്പോൾ ഞാനിന്ന് വീഡിയോ ചെയ്യുന്നത് നിങ്ങളൊരു പ്രോഡക്റ്റ് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഗേയ്സ്. ഒരു വാൾ ടൈൽസിൻ്റെ ഒരു സ്റ്റിക്കറാണ് ഗേയ്സ്. അപ്പോൾ ഞാൻ രാമചന്ദ്രനിൽ പോയപ്പോൾ വാങ്ങിച്ച സംഭവമാണിത്. വെറും 100 രൂപയുള്ള ചാർജ് ഉള്ളൂ. അപ്പോൾ നമ്മുടെ വീട്ടിൻ്റെ ആ വാഷ് ബേസിൻ്റെ ആ ഭാഗമൊക്കെ ഇങ്ങനെ അവിടെ ടൈൽസ് ഒന്നും ഒട്ടിച്ചിട്ടുണ്ടായിട്ടില്ല. അപ്പോൾ അവിടെയൊക്കെ പെട്ടെന്ന് തന്നെ വെള്ളമൊക്കെ നനഞ്ഞ് കുറച്ച് അഴുക്കൊക്കെ പറ്റി കിടക്കുകയായിരുന്നു. അപ്പോൾ ഇനിയൊരു ടൈൽസ് ഇടുന്നതിനെ കുറിച്ചൊക്കെ ഇങ്ങനെ ചിന്തിച്ചിരുന്ന സമയത്താണ് ഞാൻ ഈ ഒരു പ്രോഡക്റ്റ് കണ്ടത്. അങ്ങനെ ഞാൻ ആ പ്രോഡക്റ്റ് വാങ്ങിച്ചു. അത് ഒട്ടിക്കാനുള്ള ശ്രമമാണ് കേസ്. അപ്പോൾ ഇത് കുറച്ച് പ്രൊഫഷണലായിട്ടുള്ള ഫ്ലെക്സ് ഒട്ടിക്കുന്ന ആൾക്കാരെ കൊണ്ട്, അങ്ങനെയുള്ള ആൾക്കാരെ കൊണ്ട് ഒട്ടിച്ച് കഴിഞ്ഞാൽ നമുക്കതിനകത്ത് എയറൊന്നും കയറാതെ സൂപ്പറായിട്ട് സെറ്റ് ചെയ്യാൻ പറ്റും. പക്ഷേ ഭയങ്കര ക്വാളിറ്റി ഉള്ളൊരു സംഭവമാണ്. പക്ക ടൈൽസിൻ്റെ തന്നെ ഫിനിഷിംഗ് ഉള്ളൊരു സാധനമാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചത്. അപ്പോൾ നിങ്ങൾക്കും ഇതേപോലത്തെ ഏരിയയൊക്കെ ഉണ്ടെങ്കിൽ വീട്ടിലോ അല്ലെങ്കിൽ നിങ്ങളുടെ സ്ഥാപനത്തിലോ ഒക്കെ ഇങ്ങനത്തെ ഏരിയാസ് ഉണ്ടെങ്കിൽ ഈ ടൈൽസ് ഒട്ടിച്ചിട്ട് ഈ സ്റ്റിക്കർ ഒട്ടിച്ച് നല്ല ഫിനിഷിങ്ങിൽ അടിപൊളിയാക്കാൻ പറ്റും. അങ്ങനെ ഒക്കെ കറക്റ്റ് അളവൊക്കെ എടുത്താണ് ഇത് കട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മളത്ര പ്രൊഫഷണൽ അല്ലാത്തതുകൊണ്ട് അതിൻ്റേതായിട്ടുള്ള കുറച്ച് ഇതൊക്കെ വന്നിട്ടുണ്ട്. പക്ഷേ ഈ ടൈൽസ് ഒട്ടിക്കുന്ന അല്ലെങ്കിൽ ഈ പ്രൊഫഷണൽ ഫ്ലെക്സ് ഒട്ടിക്കുന്ന ആരെങ്കിലും കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് അടിപൊളിയായിട്ട് സെറ്റ് ചെയ്യാൻ പറ്റും. പക്ഷേ നിങ്ങൾ അവസാനത്തിൻ്റെ ഔട്ട്ലുക്ക് ഒന്ന് കാണണം. ടോട്ടലി ചേഞ്ച് ആയിപ്പോയി. ആ ഒരു ഏരിയ മൊത്തം കിടിലമായി ഗൈസ്. അപ്പോൾ ഉടൻ തന്നെ അത് കാണാം. ഇതാണ് ഇപ്പോഴത്തെ ഔട്ട്ലുക്ക്. പക്ക ഫിനിഷിംഗ് ആണ്. പിന്നെ നല്ല പശയാണ്. അപ്പോൾ അതൊന്ന് ചുവരിലൊക്കെ നല്ല രീതിയിൽ ഒട്ടിയിരുന്നോളും. പിന്നെ അങ്ങ് ഇളകി പോകില്ല, അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല. അത് മാത്രമല്ല നല്ല ക്വാളിറ്റി ഉള്ള സംഭവമാണ്. കാണാനും നല്ല ഭംഗിയാണ്. പിന്നെ വെള്ളമൊക്കെ വീണ് കഴിഞ്ഞാലും നല്ല സൂപ്പറായിട്ട് നീറ്റായിട്ട് ഇരിപ്പുണ്ട്. അതുകൊണ്ടാണ് കേസ് ഈ ഒരു പ്രോഡക്റ്റ് നിങ്ങളെ പരിചയപ്പെടുത്താമെന്ന് വിചാരിച്ചത്. താങ്ക് യു കേസ്.